പ്രൈസലോ ഹല്ലേലൂയ. അഭിഷേകമന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തില് ശൗൽ എന്ന പൗലോസിനെ കുറിച്ച് തിരുവെഴുത്തിൽ ശക്തമായി ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ശൗലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയ ഒരു മാനസാന്തര അനുഭവത്തെ നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു ആരാണെന്ന് പോലും അറിയാത്ത സമയത്ത് യേശുക്രിസ്തുവിനും സുവിശേഷത്തിനുമെതിരെ ശക്തമായി എതിർത്ത ഒരു മനുഷ്യനായിരുന്നു. യേശുവിൻ്റെ നാമം പറയുന്നവരെ തടവിലാക്കുവാനും കൊല്ലുവാനും അവരെ ഉപദ്രവിക്കുവാനും എല്ലാം കടന്നുപോയ പൗലോസ് എന്ന മനുഷ്യന് ദമാസ്കസിലേക്കുള്ള യാത്ര മധ്യേ പെട്ടെന്നാണ് വലിയൊരു വെളിച്ചം വന്ന് അവൻ്റെ മേൽ പതിക്കാനും അങ്ങനെ പൗലോസ് താൻ ഉപദ്രവിച്ച, താൻ എതിർത്ത യേശുവിനെ കണ്ടുമുട്ടുവാൻ പൗലോസിനിടയായത്. ഇങ്ങനെ കണ്ടുമുട്ടിയ പൗലോസ് 9-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വചനഭാഗത്ത് കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലോ വന്നതെന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമാസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി. യഹൂദന്മാരുടെ കൂടെ നടന്നവൻ യേശു തന്നെ ക്രിസ്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിലേക്ക് ദൈവം അവനെ മാറ്റുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇന്നലകളിൽ കർത്താവിനെ വിരോധമായി, കർത്താവിനെതിരെ കടന്നുപോയവൻ ഇന്ന് കർത്താവിൻ്റെ കൂടെ അവൻ്റെ നാമത്തെ ഉയർത്തി പറയുന്ന വിധത്തിലേക്ക് ദൈവം മാറ്റുന്ന ഒരു വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവമാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലകളിൽ ഞാൻ എങ്ങനെ ആയിരിക്കുന്നു എന്നല്ല, എൻ്റെ യേശുവിൻ്റെ ഒരു കരസ്പർശനം, എൻ്റെ യേശുവിൻ്റെ ഒരു സ്വരം, എൻ്റെ കർത്താവിൻ്റെ ഒരു ശബ്ദം നമ്മുടെ കാതുകളിൽ വന്ന് പതിക്കുന്ന സമയത്ത് നീ പീഡിപ്പിക്കുന്ന നസ്രാനായ യേശുവാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവന് ഇന്നുവരെയും കാണാത്ത ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് അവനെ മാറ്റാൻ തക്കവണ്ണം അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ ഈ ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടുകളിൽ നിന്നെല്ലാം അവനെ മാറ്റിയ ഒരു ദൈവത്തെ അവൻ അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമുക്കറിയാം പൗലോസ് കടന്നു ചെല്ലുന്നിടത്ത് ജനമെല്ലാം പറയുകയാണ്, അവൻ ഇവിടെയും വന്ന് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണോ കടന്നു വന്നത് എന്ന് പരസ്പരം പറയുമ്പോൾ അവിടെ നടന്നൊരു സംഭവം, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. കാരണം ശൗല് യേശുവിനോട് കൂടെ അവൻ കണ്ടു, അവൻ അറിഞ്ഞു, അവൻ അനുഭവിച്ചു. അന്ധനായിരുന്നവനെ അവൻ്റെ കണ്ണ് തുറന്നു വന്നു, അവന് ഹൃദയം തുറന്നു വന്നു, ജീവിതം കർത്താവിനായി സമർപ്പിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനം 9-ന്റെ 15-ാമത്തെ വചനഭാഗത്ത് ഇങ്ങനെ കാണാൻ കഴിയും. കർത്താവ് അവനോട്, നീ പോകുക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഞാൻ അവനെ തെരഞ്ഞെടുത്തു. അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ രാജാക്കന്മാരുടെ അടുക്കൽ പോകണമെങ്കിൽ അവന് ശക്തി വേണം. യഹൂദന്മാരുടെ അടുക്കൽ പോകണമെങ്കിൽ അവന് ശക്തി വേണം. അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, യഥാർത്ഥ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കർത്താവിൻ്റെ സ്വരവും കർത്താവിൻ്റെ വിളിയും കർത്താവിൻ്റെ അഭിഷേകവും
കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പും കർത്താവിനോട് കൂടെയുള്ള ജീവിതവും അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ഇന്നായിരിക്കുന്ന തലത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആത്മതലത്തിലേക്ക് കടന്നു വരുവാനും യേശുവിനെ കർത്താവാണെന്ന് ഞാൻ ഹൃദയത്തിൽ അനുഭവിച്ച സത്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവിലൂടെ എന്നെ കർത്താവ് ഉപയോഗിക്കാൻ ഇടവരും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ വലിയ ദൈവപ്രവൃത്തിയെ നടത്തും. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഗ്രഹിക്കാത്ത കാര്യങ്ങൾ ദൈവം അവിടെ വെളിപ്പെടുത്തി കൊടുക്കും. ഹൃദയ രഹസ്യങ്ങളെ തുറന്നു കൊടുക്കുന്നൊരു കർത്താവ്, രോഗത്തിൻ്റെതായ ബന്ധനങ്ങളെ അഴിച്ചുവിടുന്ന ഒരു കർത്താവ്, പാപത്തിൻ്റെതായ ചങ്ങലകളെ വിടുവിച്ചു കൊടുക്കുന്ന ഒരു കർത്താവ് ഇന്ന് നിങ്ങളുടെ ഭവനത്തിലാ കർത്താവ് കടന്നു വന്നിരിക്കുന്നത്. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പോവുക. നിങ്ങൾ ഈ കർത്താവിനോട് കൂടെ ഒന്ന് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് നിങ്ങളുടെ ഏത് വേദനയുടെ സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത് അവിടെ യേശു കടന്നു വന്നിരിക്കുന്നു. ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മുഴുവനും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നീ അങ്ങ് കടന്നു വന്ന് എൻ്റെയും എൻ്റെ ഭവനത്തെയും എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ മുഴുവനും വിടുവിച്ച് എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം എന്നെ ഒരുക്കണം. എന്നെ കൂടുതൽ ആത്മാവിൽ ബലപ്പെടുത്തണം, അഭിഷേകം കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.